ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 2024 ഫെബ്രുവരിയുമായി ബന്ധപ്പെട്ട ആനുകാലികമാണ്, കറണ്ട് അഫേഴ്സ്. ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്ര നടത്തുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. മലയാളിയാണ്, ആകെ ഒരു മലയാളിയാണുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അങ്കിത് പ്രതാപ്, ഉത്തർപ്രദേശിൽ നിന്നുള്ള അങ്കിത് പ്രതാപ്. ശുഭാംശു ശുക്ല, അദ്ദേഹവും ഉത്തർപ്രദേശുകാരനാണ്. അജിത് കൃഷ്ണൻ, തമിഴ്നാട്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ സ്വദേശിയാണ്. 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ഖാൻവിൽക്കറാണ്. ഓർത്തിരിക്കുക, 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് ഖാൻവിൽക്കർ. ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങൾ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീയുടെ പദ്ധതിയാണ് ലഞ്ച് ബെൽ. ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങൾ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീയുടെ പദ്ധതി ലഞ്ച് ബെൽ. കുടുംബശ്രീയുടെ ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴിയാണ് ഓർഡർ സ്വീകരിക്കുക. അപ്പോൾ കുടുംബശ്രീയുടെ ഓൺലൈൻ ആപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കറ്റ് മാർട്ട്. പഞ്ച്കുയി ബീച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. പഞ്ച്കുയി ബീച്ച് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ പഞ്ച്കുയി ബീച്ചിൽ വെച്ചാണ് അറബിക്കടലിൽ മുങ്ങിപ്പോയ ദ്വാരക നഗരം സ്ഥിതി ചെയ്തിരുന്നതായി പറയപ്പെടുന്ന സ്ഥലത്ത് കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്താനാണ് നരേന്ദ്രമോദി സ്കൂബ ഡൈവിംഗ് ചെയ്തത്. 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമാണ് സുദർശൻ സേതു. ഗുജറാത്തിലെ ദ്വാരകയിൽ ആദ്യ ദ്വാരക സിഗ്നേച്ചർ പാലം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പിന്നീട് സുദർശൻ സേതു എന്ന് ഈ പാലത്തെ എന്ത് ചെയ്യുകയാണ്? പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം സുദർശൻ സേതു. ഇതിൻ്റെ ആദ്യത്തെ പേര് ദ്വാരക സിഗ്നേച്ചർ പാലം എന്നായിരുന്നു. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്റർ വാങ്ങുന്നത്? USA-യിൽ നിന്നാണ് ഇന്ത്യ MH-60 റോമിയോ ഹെലികോപ്റ്റർ വാങ്ങുന്നത്. വൈദ്യുത കാർ നിർമ്മാതാക്കളായ വിൻഫാസ്റ്റിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് തൂത്തുക്കുടിയിലാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലാണ് വരുന്നത് വിൻഫാസ്റ്റിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാണശാല. കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് ഗോംബസ് സാമുരിനോറം എന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്? വയനാട് ജില്ലയിൽ നിന്നാണ് ഗോംബസ് സാമുരിനോറം എന്ന് പറയുന്ന പുതിയ ഇനം ഫംഗസിനെ കണ്ടെത്തിയത്. സാമുദ്രിമാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പേരിട്ടത്. എന്ത് പേര്? ഗോംബസ് സാമുരിനോറം. വയനാട്ടിലെ ബാണാസുര സാഗർ അണക്കെട്ടിന് സമീപത്തെ കാട്ടിൽ നിന്നാണ് ഈ തരം ഫംഗസിനെ കണ്ടെത്തിയത്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി എവിടെയാണ്? കോഴിക്കോട്. 2024 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾക്ക് എത്ര ഉപഗ്രഹങ്ങളാണുള്ളത്? ഓർത്ത് വെക്കുക, 2024 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങൾക്ക് ഉള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം യുറാനസിന് 28 ഉപഗ്രഹങ്ങളും നെപ്റ്റ്യൂണിന് 16 ഉപഗ്രഹങ്ങളും. യുറാനസിന് 28 ഉപഗ്രഹങ്ങൾ, നെപ്റ്റ്യൂണിന് 16 ഉപഗ്രഹങ്ങൾ. നെപ്റ്റ്യൂണിനെ ചുറ്റുന്ന 2 ഉപഗ്രഹത്തെയും യുറാനസിനെ ചുറ്റുന്ന 1 ഉപഗ്രഹത്തെയുമാണ് 2024 ഫെബ്രുവരിയിൽ കണ്ടെത്തിയത്. യുറാനസിൻ്റെ ഉപഗ്രഹത്തിന് S2023U1, നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് S2021 N1, S2022 N5 എന്നിങ്ങനെയാണ് പേരുകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ കണ്ടെത്തിയ യുറാനസിൻ്റെ ഉപഗ്രഹത്തിന് S2023U1, നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് S2021 N1, S2022 N5 എന്നിങ്ങനെയാണ് നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകി. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8 സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം. സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കായുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി മിഠായി. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഘടകത്തിൻ്റെ ആസ്ഥാനം ആലപ്പുഴ. 2024 G20 ഉച്ചകോടി വേദി ഓർത്തിരിക്കുക, ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. G20 ഉച്ചകോടി ആപ്തവാക്യം നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്നാണ് 2024 ബ്രസീലിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം. നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും.
വംശനാശ ഭീഷണി നേരിടുന്ന സിംഹം, കടുവ, ചീറ്റ, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ജഗ്വർ തുടങ്ങിയ 7 ക്യാറ്റ് ഫാമിലിയിൽ ഉൾപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സഖ്യമാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹം, കടുവ, ചീറ്റ, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ജാഗ്വർ തുടങ്ങിയ 7 ക്യാറ്റ് ഫാമിലിയിൽ ഉൾപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സഖ്യമാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. മാർജാര കുടുംബത്തിൽപ്പെട്ട വലിയ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ആരംഭിക്കുന്ന സംഘടനയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് MG സർവകലാശാല. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ കുമാർ സാങ്നി. ന്യൂഡൽഹി മാരത്തോണിൽ കിരീടം നേടിയ ആർമിയുടെ മലയാളി താരം ഗോപി തോന്നയ്ക്കൽ. സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകളുടെ ആഘാതം വിജയകരമായി കണ്ടെത്തിയ ISROയുടെ പേടകമാണ് ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ച് നമുക്കെല്ലാം അറിയാം, സൂര്യനിലേക്ക് വിക്ഷേപിച്ചതാണ് 2023 സെപ്റ്റംബർ 2-നാണ് ISRO വിക്ഷേപിച്ചത് ആദിത്യ L1. കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രിയാണ് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം. ജാവലിൻ 90 മീറ്റർ കടക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ജർമ്മനിയുടെ മാക്സ് ഡെനിങ് ആണ്. ജാവലിനിൽ 90 മീറ്റർ കടക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ജർമ്മനിയുടെ മാക്സ് ഡെനിങ്. ദേശീയ ശാസ്ത്രദിനം ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം. 2024 ദേശീയ ശാസ്ത്രദിന പ്രമേയം തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന് എന്നുള്ളതാണ്. ഫെബ്രുവരി 28 2024 ദേശീയ ശാസ്ത്രദിനത്തിൻ്റെ പ്രമേയം തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിത ഭാരതത്തിന്. 1928 ഫെബ്രുവരി 28-നാണ് സർ CV രാമൻ നോബൽ പുരസ്കാരം നേടിയ രാമൻ പ്രഭാവം കണ്ടെത്തിയത്. രാമൻ പ്രഭാവം 1928 ഫെബ്രുവരി 24-നാണ് കണ്ടെത്തിയത്. ഇന്ത്യയിൽ 3 ക്രിമിനൽ നിയമചട്ടങ്ങൾക്ക് പകരമായുള്ള ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1-നാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ 3 ക്രിമിനൽ ചട്ടങ്ങൾക്ക് പകരമായുള്ള ഭാരതീയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1-ന്. 2024 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായ കോഡെക്സ് ലെസ്റ്ററിൻ്റെ രചയിതാവ് ലിയോനാർഡോ ഡാവിഞ്ചിയാണ്. കോഡെക്സ് ലെസ്റ്ററിൻ്റെ രചയിതാവ് ലിയോനാർഡോ ഡാവിഞ്ചി തൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് എഴുതിയ കുറിപ്പുകളാണ് കോഡെക്സ് ലെസ്റ്റർ എന്ന ചെറു പുസ്തകത്തിൽ ഉള്ളത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പങ്കജ് ഉദാസ് ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പങ്കജ് ഉദാസ് സംഗീത ഗസലിലാണ് അദ്ദേഹം പ്രശസ്തനായിരുന്നത്. 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം ധർമ്മ ഗാർഡിയൻ. വേദി രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചാണ്. ഏറ്റവും വേഗതയിൽ 350 വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളറാണ് R. അശ്വിൻ. ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ചിൻ്റെ ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാൺ. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള സ്റ്റേഡിയത്തിൻ്റെ പിച്ച് പരിപാലിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഉള്ള വ്യക്തിയെയാണ് പിച്ച് ക്യൂറേറ്റർ എന്നറിയപ്പെടുന്നത്. അടുത്തിടെ സംസ്ഥാന ലേബർ കമ്മീഷണറായി ചുമതലയേറ്റ വ്യക്തിയാണ് അർജുൻ പാണ്ഡ്യൻ. ലോകത്തിലെ ആദ്യ വേദഘടികാരം വരുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം വരുന്നത്. ഗൂഗിളിൻ്റെ ജിമെയിലിന് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന സംവിധാനമാണ് എക്സ്മെയിൽ. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമമാണ് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട്. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന പദ്ധതിയാണ് കൂൺ ഗ്രാമ പദ്ധതി. ഇതിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്തെ നന്ദിയോടാണ്. കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് മൺകുരൽ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി മനോഹർ ജോഷി. 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനമേതാണ്? അസമാണ്. അസം മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത് വിശ്വകർമ്മ. 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിച്ച സംസ്ഥാനം അസം. ഇന്ത്യയിലെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് തൂത്തുക്കുടിയിലാണ്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ കുലശേഖരപട്ടണം. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച വിഖ്യാത സംവിധായകൻ കുമാർ സാഗ്നി.
കേരളത്തിലെ സാങ്കേതിക വിദ്യാരംഗത്തിൻ്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് വേദിയാകുന്നത് കോഴിക്കോടാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സേഫ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി സേഫ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഹരിത നൗക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബോട്ട് നിർമ്മിച്ചത്. ആദ്യ സർവീസ് നടത്തുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗിൽ. പഠനം പാതിവഴിയിൽ മുടങ്ങിയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഹോപ്പ്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻ്റണോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ഛായാഗ്രഹനും സംവിധായകനുമായ വ്യക്തിയാണ് സന്തോഷ് ശിവൻ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻ്റണോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ച ഛായാഗ്രഹനും സംവിധായകനുമായ വ്യക്തി സന്തോഷ് ശിവൻ. ലോകത്തിലെ ആദ്യമായി വിജയകരമായി ചന്ദ്രോപരിതലത്തിലിറങ്ങിയ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. US-ൻ്റെ ഒഡീസിയസ് ആണ് ലോകത്തിൽ ആദ്യമായി വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം. US-ലെ ഹൂസ്റ്റൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് IM കമ്പനി നിർമ്മിച്ച ലാൻഡറായ ഒഡീസിയസ് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് ഇറങ്ങിയത്. US-ലെ ഹൂസ്റ്റൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന IM കമ്പനി ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് ആണ് ഈ ഒഡീസിയസ് നിർമ്മിച്ചിട്ടുള്ളത്. VKC സ്ഥാപനങ്ങളുടെ ചെയർമാനും സാമൂഹ്യ പ്രവർത്തനവുമായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം. അപ്പം VKC സ്ഥാപനങ്ങളുടെ ചെയർമാനും സാമൂഹ്യ പ്രവർത്തകനുമായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഉറുദു കവിയും ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യ. ഓർത്തുവെക്കണം, 2023 പ്രഖ്യാപിച്ചത് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരങ്ങളാണ്. അത് ലഭിച്ചത് ഉറുദു കവി ഹിന്ദി ഗാനരചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതനായ ജഗദ്ഗുരു രാം ഭദ്രാചാര്യയ്ക്കും. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. സാഹിത്യരംഗത്ത് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2024 ദേശാഭിമാനി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ M. മുകുന്ദൻ. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. 2024 ഫെബ്രുവരി 21 അന്തരിച്ച സുപ്രീം കോടതിയുടെ മുൻ അഭിഭാഷകനാണ് ഫാലിയസ് നരിമാൻ. ഫാലിയസ് നരിമാൻ്റെ ആത്മകഥയുടെ പേര് ബിഫോർ മെമ്മറി ഫേർഡ്സ്. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. ഫാലിയസ് നരിമാൻ്റെ ആത്മകഥ ബിഫോർ മെമ്മറി ഫേർഡ്സ്. കറണ്ട് അഫേഴ്സിൽ അദ്ദേഹം 2024 ഫെബ്രുവരി 21 അന്തരിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ചോദിക്കാം. ബിഫോർ മെമ്മറി ഫേർഡ്സ്, ഫാലിയസ് നരിമാൻ്റെ ആത്മകഥയുടെ പേര് ബിഫോർ മെമ്മറി ഫേർഡ്സ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ്. അടുത്തിടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കണ്ടെത്തിയ കടന്നലാണ് ക്രോണോബ്രഹ്മ MBG. ക്രോണോബ്രഹ്മ MBG ആണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കണ്ടെത്തിയ കടന്നൽ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഹെർബറിയത്തിൻ്റെ ചുരുക്കപ്പേരാണ് MBG എന്നുള്ളത്. കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച AI അധ്യാപികയാണ് ഐറിസ്. കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ്. കല്ലമ്പലം കടുവയിൽ KTCT സ്കൂളിലാണ് അധ്യാപന മേഖലയിൽ നിർമ്മിത ബുദ്ധി അധ്യാപിക എന്ന ആശയം നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50 ആണ്. ജമ്മുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽപാതയിലാണ് T50 എന്ന പേരിട്ട തുരങ്കപാത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കമാണ് T50. ജമ്മുവിലാണ്. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ, ശ്രീനഗറിലെ ബാരാമുള്ള റെയിൽപാതയിലാണ് T50 എന്ന പേരിട്ട തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത്. 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമപരമാക്കിയ രാജ്യമാണ് ഗ്രീസ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്ന ആദ്യത്തെ ഓർത്തഡോക്സ് രാജ്യമാണ് ഗ്രീസ്. 2024 ഫെബ്രുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യമാണ് ഫ്രാൻസ്. 2ാം സ്ഥാനം ഫിൻലാൻഡ്, 3ാം സ്ഥാനം UK, ഇന്ത്യയുടെ സ്ഥാനം 85ാമതാണ്. സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. 2024 ഫെബ്രുവരിയിൽ പൊന്മുടിയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയിനം തുമ്പിയാണ് പാറമുത്തൻ മുളവാലൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കൺ
ആയി നിയമിതനായ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി ശുഭ്മാൻ ഗിൽ. സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന